ആരാണ് മുഖ്യമന്ത്രി? കെ.സി. വേണുഗോപാലിനാണ് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്. എം.എൽ.എമാർക്കെല്ലാം കെ.സി. വേണുഗോപാലിനെ മതി. ജനനം കണ്ണൂരിന്റെ മണ്ണിലാണെങ്കിലും ആലപ്പുഴയിലായിരുന്നു പ്രവർത്തന കേന്ദ്രം. നിയമസഭയിലും ലോകസഭയിലും മത്സരിച്ച് ജയിച്ചു കയറിയ കെ.സി. വേണുഗോപാൽ ഇനി അതേ മണ്ണിൽ ഒരു ഇലക്ഷൻ കൂടി നേരിടേണ്ടി വരും. അതേസമയം ഒരു എം.പിക്ക് വേണ്ടിയുള്ള ഇലക്ഷന് മറ്റൊരാളും നേരിടേണ്ടി വരും. ഈ രണ്ട് സീറ്റും കോൺഗ്രസ് വിജയിക്കണമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോൾ ഇതാ രഹസ്യമായി ചെയ്ത വോട്ടിംഗ് പരസ്യമായി മാറി. ഇന്ത്യൻ എക്സ്പ്രസിലെ ബി ദീപുവിന്റെ മാജിക്കൽ ലെൻസ് മനോഹരമായി അത് പകർത്തി. വോട്ടെടുപ്പ് നടത്തിയ പേപ്പറിന്റെ ചിത്രം പുറത്തായിരിക്കുന്നു. സണ്ണി ജോസഫ് ഉൾപ്പെടെ കെ.സി. വേണുഗോപാലിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്കിവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം കെ.സി. വേണുഗോപാലിന്റെ പിന്നാലെയാണ് എം.എൽ.എമാർ. എ.സി. ബാലകൃഷ്ണന്റെ തീരുമാനമാകട്ടെ മനോഹരമായ ഒന്നാണ്. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ. ഞാൻ ഇത്രയും കഷ്ടം അനുഭവിച്ചത് എന്തിനെന്നാണ് വിഡിയുടെ തേങ്ങൽ. ഈ തേങ്ങൽ ആരും കാണുന്നില്ല. പ്രായം, സീനിയോറിറ്റി എന്നിവ പരിഗണിച്ച് ഒടുവിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വിഡി പുറത്തേക്ക്. അപ്പകഷ്ണത്തിന് അടികൂടുന്ന കോൺഗ്രസുകാർ അറിയാതെ പോകുന്ന ഒരു കാര്യം, വരുന്നത് ബൈ ഇലക്ഷൻ ആണ്. എൻ.ഡി.എ സീറ്റ് പിടിക്കാൻ നടക്കുന്ന കാര്യം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ചെളിമണ്ണിൽ താമര നന്നായി വേര് പിടിക്കും. ഒടുവിൽ കടിച്ചതും പിടിച്ചതും താഴെ പോകും.